Hello guys, welcome back to my YouTube channel Before Brain. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലൊക്കെ അല്ല എങ്ങനെയെങ്കിലൊക്കെ ഒന്നല്ല നമ്മളോട് മൈൻക്രാഫ്റ്റ് കളിക്കുന്നതിൻ്റെ ബേസിക് വീഡിയോ ആണ്. ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. സാധാരണ മൈൻക്രാഫ്റ്റ് സാധാരണ പോലെ ഒന്നും വരുന്നില്ല. അതായത് ഞാൻ ഇതുവരെ ഇട്ട പോലെ 30-35 മിനിറ്റ് ഉള്ള വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല. മാക്സിമം ഒരു 20 മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് കളിച്ചു തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ കളിക്കുന്ന ഒരു ഇതിലാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പ്ലേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ 3 ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ സാധാ വേൾഡ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ വേർ ഡു യു വാണ്ട് ടു ബി, ക്രിയേറ്റ് ന്യൂ വേൾഡ് എന്ന് പിന്നെയും കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാ വേണ്ടത്? ആക്റ്റീവ് ചീറ്റ്സ് ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് റീസ്പോൺ എക്സ്പെരിമെന്റ്, നാച്ചുറൽ റീജനറേഷൻ, ഒന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. സ്റ്റാർട്ടിങ് മാപ്പ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്ക് സർവൈവൽ ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യം കളിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഈസി ഇടുക. സാധാരണ നമ്മൾ നോർമലി ഇട്ടിട്ടാണ് കളിക്കൽ. ഇപ്പം നമ്മൾ ഈസിയിൽ ഇടുകയാണ്. അത് നമുക്ക് ഏതാ വേണ്ടി കൊടുക്കാം. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, സർവൈവൽ, ക്രിയേറ്റീവ്. സർവൈവൽ കൊടുത്താൽ നമ്മൾ സർവൈവ് ചെയ്യണം ആ വേൾഡിൽ. ക്രിയേറ്റീവ് കൊടുത്താൽ നമുക്ക് എല്ലാതും നമ്മുടെ ഇൻവെന്ററി പോയിട്ട് എടുത്താൽ മാത്രം മതിയാവും. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. പിന്നെ മെമ്പർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വേൾഡ് ടൈപ്പ് ഇൻഫിനിറ്റി തന്നെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതായി പോവും. മോബ് ലൂട്ടൊക്കെ ഓണാണ്. ഇതൊന്നും നമുക്കിപ്പോൾ ചെയ്യാല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്രിയേറ്റ് വേൾഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡു നോട്ട് ഷോ ദിസ് സ്ക്രീൻ അഗെയിൻ എന്നൊക്കെ പറഞ്ഞ് പ്രോസസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അതിൽ നമുക്ക് ക്രിയേറ്റ് മാപ്പ്, ഇതാണ് നമ്മളുടെ മാപ്പ്. ഓക്കെ, നമ്മളിപ്പോ ഈ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ മാപ്പിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ വുഡ് എടുക്കണം. നമ്മൾ ഏത് വുഡ് എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റ് വുഡ് എടുക്കാം. വുഡ് എടുത്താലേ നമുക്കിതിൽ എന്ത് പരിപാടിയും ചെയ്യാൻ പറ്റത്തുള്ളൂ. വുഡ് വെച്ചിട്ടാണ് വേണമെങ്കിൽ എല്ലാ കളിയെന്ന് പറയാം. ഓക്കെ, നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഇത് മൈൻ ചെയ്യാനൊക്കെ ഇപ്പൊ നല്ല പണിയാണ്. ഇനി ഇത് മൈൻ ചെയ്യാനൊക്കെ സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. അതായത് വുഡ് മൈൻ ചെയ്യാൻ ആക്സ്, അതുപോലെ സ്റ്റോണ് ഇതൊക്കെ മൈൻ ചെയ്യാൻ പിക്കാക്സ്, അതുപോലെ ഡേർട്ട് മൈൻ ചെയ്യാൻ. അതായത് ഡേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ നിലത്ത് കാണി പച്ചപ്പുള്ള സാധനം ഉണ്ടോ, അതാണ് ഡേർട്ട്. അത് മൈൻ ചെയ്യാൻ ഷവല്, അങ്ങനെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ഇൻവെന്ററിക്ക് വേണം. ഇൻവെന്ററിക്ക് വേണ്ടി 3 ഡോട്ടിൽ ഞെക്കിയിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വുഡ് പ്ലാങ്ക് ഉണ്ടാക്കണം എന്തിനാണെങ്കിലും. അത് കഴിഞ്ഞ ഒരു രണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കി വെക്കുക. 4 സ്റ്റിക്ക് ഉണ്ടാക്കി വെക്കുക. അതുപോലെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വെക്കുക. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് അതിൽ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കണ്ട ഒരു സാധനം ഒരു വുഡൻ പിക്കാക്സും ഒരു ആക്സും ആണ്. ഇതാണ് നമ്മളുടെ ബേസിക്കലി നമുക്ക് മൈൻ ചെയ്യാനൊക്കെ വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് സ്റ്റോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും സ്റ്റോൺ ഉണ്ടോ നോക്കാം. ഇതാണ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് കബിൾ സ്റ്റോൺ ആണ്. ഇത് നമുക്ക് ഇങ്ങനെയല്ല നമ്മുടെ കൈക്ക് കിട്ടുക. ഇത് എന്താ പറയുക, മൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് വുഡൻ പിക്കാക്സ് വേണം. അപ്പൊ ഇതാ കണ്ടോ സ്പീഡിലാവുന്നുണ്ടോ. പക്ഷെ നമ്മൾ വെറുതെ കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ കണ്ടോ നല്ല ടൈം പിടിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയത്. പിന്നെ ഇനി നമുക്ക് പോർട്ടലൊക്കെ ഉണ്ടാക്കിയിട്ട് നെതർ എന്ന് പറഞ്ഞ അടുത്ത ഒരു വേൾഡിലേക്ക് ഇതും തന്നെ പോകാൻ പറ്റും. അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒബ്സീഡിയൻ എന്ന് പറയുന്ന ഒരു ഇതുപോലത്തെ ഒരു ബ്ലോക്ക് മൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ മൈൻ ചെയ്യാൻ നമ്മളുടെ കൈ കൊണ്ട് പറ്റില്ല. അത് മൈൻ ചെയ്യാൻ പറ്റുന്ന ടഫസ്റ്റ് ബ്ലോക്കുകളിൽ ഒന്നാണത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡയമണ്ട് തേടി പോകണം.
അതൊരു ചടങ്ങാണ് അങ്ങോട്ട് പോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വീണ്ടും ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്യുക, അടുത്ത സ്റ്റോണിക്ക് അപ്ഗ്രേഡ് ചെയ്യുക. ഒരു സ്റ്റോൺ ആക്സും ഒരു സ്റ്റോൺ പിക്കാക്സും ഇത്രയും മതി. ഇപ്പൊ ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക ഇതുണ്ടാക്കി വെക്കാം. സ്റ്റിക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇതില് മോബ്സ് എന്ന് പറയുന്ന, അതായത് ഇതിലുള്ള ക്രീച്ചേഴ്സിന് പറയുന്ന പേരാണ് മോബ്സ്. അപ്പൊ അവിടെ ഒരു ചൂണ്ടയും പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ടോ, ഇവൻ നമ്മളിപ്പോ ഈ വെള്ളത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ അവൻ കണ്ടിട്ടില്ല, ഭാഗ്യം. അവനൊക്കെ ഇപ്പൊ തന്നെ ഒക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ്. പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് കുറയും. അത് നല്ലൊരു പണിയാണ്. നമുക്കിവിടെ ഷുഗർ കെയിൻ ഉണ്ട്. അടുത്ത് നമ്മുടെ ഹങ്കർ ലെവലാണ് ഈ മേലെ കാണിക്കുന്ന ഈ സാധനം കൊണ്ട്, ഈ സാധനം അതാണ് ഹങ്കർ ലെവൽ. അത് കുറയ്ക്കാൻ നമുക്ക് ഭക്ഷണം കഴിയണം. അപ്പൊ ഇതുപോലത്തെ കോഴി പോലത്തെ ക്രീച്ചേഴ്സ് ഉണ്ട്, ഇതൊന്നും നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പൊ ഇതിനൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ എക്സ്പിയും കിട്ടും. എക്സ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാരടാ ഇവിടെ ഓളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്ത എവിടെയെങ്കിലും ഡോഗ് ഉണ്ട് കേട്ടോ. അതായത് എക്സ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവനാണ്. ഈ താഴെ ഒരു പച്ച സാധനം കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു നീണ്ട വരയിൽ കുറച്ച് പച്ച നിൽക്കുന്ന, അതാണ് നമുക്ക് വേണ്ടത്. ഭാവിയിൽ ഇനി നമ്മൾ ഈ നമ്മളുടെ കയ്യിലുള്ള നമുക്ക് ഇതൊക്കെ കിട്ടി വിചാരിക്കാം, എന്ത് ഡയമണ്ട് ഒക്കെ കിട്ടി വിചാരിക്കുക, അതിനൊന്നും കൂടി പവർഫുൾ ആക്കാൻ എൻചാൻഡിങ് അല്ലെങ്കിൽ എൻചാൻമെന്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ ലെവൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് സ്പെഷ്യൽ ഫാം ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അതൊന്നും ഇപ്പൊ ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ പറഞ്ഞത് കൂടുതൽ ലെങ്തി ആക്കാൻ പറ്റത്തില്ല ഈ വീഡിയോ. അതൊക്കെ ഭയങ്കര ലെങ്ത് പിടിക്കുന്ന ഒരു സംഭവമാണ്. ഒരു 10 ദിവസമെങ്കിലും മിനിമം നമ്മൾ ആ വേൾഡിൽ കളിക്കണം, മിനിമം ഒരു എക്സ്പി ഫാമെങ്കിലും ഉണ്ടാകണമെങ്കിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല പണിയാണെന്ന്. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ട സാധനം, ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഷീപ്പ്. ആടാട്. അപ്പൊ ഈ ആടിന്റെ എന്താണ് കളി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആട് ഇപ്പൊ നമുക്കൊരു വൂള് കിട്ടിയില്ലേ, ഈ വൂള് പോലെ 3 വൂള് വേണം നമുക്ക്. ഈ 3 വൂളുണ്ടെങ്കിൽ നമുക്ക് കട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. കട്ടിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗെയിം സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കളിയുണ്ട്. അതായത് നമ്മളിപ്പോ മരിച്ചാലും നമുക്ക് ആ ഒരു ബെഡിൽ, ആ ബെഡ് എവിടെയാണോ വെച്ച് ആ ബെഡിൽ റീസ്പോൺ ആവാൻ പറ്റും. അങ്ങനെ ഒരു കളിയുണ്ട്. അപ്പൊ അതിന് ബെഡ് അത്യാവശ്യം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഡോഗ് ഉണ്ടാവുന്നു. അപ്പൊ അതിന് അത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ഷീപ്പിനെ തേടി നടക്കണം. ഷീപ്പിൽ കിട്ടുന്ന ആ വൈറ്റ് സാധനമാണ് വൂൾ എന്ന് പറയുന്നത്. അതുപോലെ ഫോക്സ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവം ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് കുറെ മോബ്സിനെ കൊല്ലാനുണ്ട്. അതായത് ചില ടഫസ്റ്റ് മോബ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് മോബ്സ്. ഇപ്പൊ ഞാനൊരു ഹൈ റേഞ്ചിൽ നിന്ന് ചാടിപ്പോ എന്റെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടില്ലേ. ഇതുപോലെ ഞാൻ ഇവിടുന്ന് ഇപ്പൊ ചാടുകയാണെങ്കിൽ എന്റെ എല്ലാ ഹെൽത്തും കുറയും, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോ ഒരു ഹൈ റേഞ്ചിൽ നിന്ന് ചാടുകയാണെങ്കിൽ നമ്മളുടെ എന്താണെങ്കിലും നമ്മളുടെ ഇത് കുറയുന്നത് നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ഓക്കെ, ഞാൻ പതുക്കെ ഇറങ്ങുന്നു.